ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ചക്കയമ്മയുടെ അവരുടെ കെട്ടിയമ്മമാരുടെ തുണി വേണേ അങ്ങോട്ട് കഴിവിടണം, എന്നെ ഉണ്ടാക്കത്തില്ല. ഞങ്ങളുടെ പോത്തും കുഞ്ഞിനെ ഞങ്ങൾ വെള്ളത്തിലിട്ടേക്കുവാണ്. ഞങ്ങളുടെ ആരതി കുഞ്ഞമ്മ തുണി കഴുകാണ്. അപ്പോൾ അവിടെ കുറച്ച് ഉണക്കവറവ് വരുന്നത് മോന് വെട്ടിക്കീറി ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിറവ് വെട്ടിക്കീറാണ്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. രാധക്കൊച്ചിനെ കണ്ടോ? ഇങ്ങോട്ട് നോക്കിയിടി രാധേ, ചുന്തിരിയായി. ആര്? നമുക്ക് 5-6 പാവലിൻ്റെ അരിയുണ്ട് കൂട്ടുകാരെ. അപ്പോൾ അത് നടണം. എന്താ അതിന് തടമൊക്കെ എടുക്കുകയാണ്. നമ്മൾ പാവലിൻ്റെ അരി നടുകയാണ് കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ കൊച്ചുമോനാണ് വീഡിയോ പിടിച്ച് തരുന്നത്. അമ്മമ്മ നട്ടോ, ഞാൻ വീഡിയോ പിടിച്ച് തരാൻ നമ്മൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഒക്കെ പിടിച്ച് തരാം. കഴിഞ്ഞ് കട്ട് ചെയ്യും. നടട്ട് ഇനി കുഞ്ഞൊരെണ്ണം നടും. ഇനി കുഞ്ഞൊരെണ്ണം നടും. ഞാൻ കുഞ്ഞ് പാവലിൻ്റെ അരി നടുകയാണ് കൂട്ടുകാരെ. പൊത്തി വെച്ചോ, ഇനി അത് കിളിച്ചും വരണ്ടേ. പാവയ്ക്ക ഉണ്ടായിട്ട് വേണം എൻ്റെ കുഞ്ഞിന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ. ഇല്ലേ, അത് പാവലിൻ്റെ അരി തന്നെ, അത് കളറിട്ടില്ല. പാവല് നടിക്കാരന് പൊട്ട രണ്ട്. ഈ പാവലിൻ്റെ അരി കണ്ടോ? ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മാന്തി ഇങ്ങനെ മണ്ണിടണം. കണ്ടോ? അല്ല, ഇയാൾ ഇവിടുന്ന് മാന്തി അവിടോട്ട് ഇട്ടു, അവിടുന്ന് മാന്തി ഇവിടെ ഇട്ടു. ഇവിടെ ഒന്ന് നട്ടു, ഇവിടെ ഒന്ന് നട്ടു. ദൈവമേ, അതിനും കിളിച്ചും പൊന്തി വരണ്ട. നട്ടോ? നിങ്ങൾ ഭയങ്കര പണിയാണോ അവിടെ? ആണോ? കുഞ്ഞ് വരണം ഇവിടെ. അയ്യത്ത് പണിയൊക്കെ നടക്കണമെങ്കിൽ, ഇല്ലയോ? അപ്പൂപ്പൻ്റെ കൂടെ പണിയൊക്കെ നടക്കണമെങ്കിൽ എൻ്റെ കുഞ്ഞ് വരണം. അയ്യോ, ഇത്ര ദിവസം ആ തൂമ്പയ്ക്കൊരു വിശ്രമവും ഉണ്ടായിരുന്നു. ഇനി ആ തൂമ്പയ്ക്ക് വിശ്രമവും ഇല്ല. ആ പണിയല്ലയോ തൂമ്പ എടുത്ത്. കുറേ ദിവസം ഏതാണ്ട്. ഇത് കളയല്ലേ, ഇത് അമ്മൂമ്മയുടെ ചെടിയാ. അത് കളയല്ലേ, ഏതാണ്ട് ഇത് കളയല്ലേ, ഇതും അമ്മൂമ്മയുടെ ചെടിയാ. ഈ പോച്ച മാത്രമേ കളയാവൂ. അല്ല, അപ്പൂപ്പനും മോനും ഞാൻ തരും. ഞാൻ നല്ലതാന്നോ? എൻ്റെ കൊച്ചുമരുമോൾ വന്ന് ബിരിയാണി ഉണ്ടാക്കുകയാണ് കൂട്ടുകാരെ. ചോറ് വെന്തിട്ട് മാറ്റി കോരി വെച്ചു. 1 കിലോ അരി വാങ്ങിച്ചു, പക്ഷെ നമ്മൾ മൊത്തം ഇട്ടില്ല, കുറച്ചേ ഇട്ടുള്ളൂ. പറങ്ങാണ്ടി മുന്തിരിങ്ങ ഇത്രയും വറുത്ത് മാറ്റി വെച്ചു. പിന്നെ ബാക്കി ക്യാരറ്റ്, സവാള, വേറെന്തോടി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റിയിട്ട് പിന്നെ എന്തൊക്കെ ഇട്ടു? മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ബിരിയാണി കിറ്റിൻ്റെ കൂടെ കിട്ടിയ മസാല, ചോറിടാനോ. പിന്നെ നിങ്ങൾ വഴറ്റിയതിലേക്ക് വരുന്നേ, വഴറ്റിയതിലേക്ക് ഞങ്ങൾ ചോറിട്ടു. ഇതൊക്കെ ഇളക്കിയെടുക്കുകയാണ്. എന്താ അരപ്പില്ലേ? ഉണ്ടടി. ഒത്തിരി വെന്തില്ലല്ലോ ചോറില്ലേ? ചോറ് മാത്രമാണ് ഞാൻ വേവിച്ചെടുത്തത്, ബാക്കിയെല്ലാം അവിടെ പണിയാണ്. ഇളക്കണോ? ഒന്ന് കാണിക്കടേ. ആ, നോക്ക്, നോക്ക്.
മതി വാ തോളിട്ടുണ്ട് വാ. അവൻ്റെ കൊച്ചച്ഛൻ്റെ കൂട്ടാണ്, അതായത് ചക്കിനോട് അച്ഛൻ്റെ കൂട്ടാണ്. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, മടിച്ചിരിക്കുന്നതേ അവന് ഇഷ്ടമില്ല. ഇങ്ങനെ ഓരോ ജോലി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം കൂടെ നമ്മളിങ്ങനെ ഉപ്പേരി പോലെ വറുത്ത് കോരി എടുത്ത് വെച്ചു. അപ്പോഴത്തേക്കും ചോറും റെഡി ആയായിരുന്നേ കേട്ടോ. കുഞ്ഞിനെ തന്നു വിടാം അമ്മ കേട്ടോ. കുഞ്ഞു ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് മുണ്ടൊക്കെ ഉടുപ്പിച്ച് അവനെ കൊണ്ടുപോകാൻ ഞങ്ങൾ ഒരുങ്ങിയപ്പോൾ അവൻ എൻ്റെ തയ്യൽ മെഷീൻ്റെ കീഴിൽ അങ്ങാണ്ട് കടന്നലുണ്ടായിരുന്നു. അവനും അറിഞ്ഞില്ല, ഞങ്ങളും അറിഞ്ഞില്ല. അവൻ അതിനിടയ്ക്ക് എങ്ങനെയോ ചെന്ന് കയറി അവൻ്റെ കൈ ചെറുതായിട്ടൊന്ന് കടന്നൽ കുത്തി. അപ്പം അങ്ങനെ വിഷമിച്ച് കരഞ്ഞിങ്ങനെ ഇരുന്ന ഇരിപ്പാണ്. പിന്നെ ഞങ്ങൾ മുണ്ടൊക്കെ എടുത്തുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. പക്ഷെ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് മുഖത്തിനൊന്നും ഒരു തെളിച്ചമില്ല. പിന്നെ കുഞ്ഞിനെ വൈകുന്നേരം കൊണ്ടുവിട്ടു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരേ.